ഹജ്ജ് വിമാന സർവീസ് തുടരുന്നു. സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി വഴിയിലുള്ള 1700-ലേറെ തീർത്ഥാടകർ ഇതുവരെ ഹജ്ജിനെത്തി. വിമാനത്താവളത്തിലെ മറ്റും ലഭിക്കുന്ന മികച്ച സേവനങ്ങളെന്ന് തീർത്ഥാടകർ പ്രകീർത്തിച്ചു. കേരളത്തിൽ നിന്നും സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി വഴി ഇതുവരെ 1720 തീർത്ഥാടകർ ഹജ്ജിനെത്തി. കൊച്ചിയിൽ നിന്ന് ഇതുവരെ 4 വിമാനങ്ങളാണ് സർവീസ് നടത്തിയത്. ജിദ്ദ വിമാനത്താവളത്തിൽ ഇറങ്ങുന്ന തീർത്ഥാടകർ പെട്ടെന്ന് തന്നെ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി റോഡ് മാർഗം മക്കയിലേക്ക് പുറപ്പെടുന്നു. വിമാനത്താവളത്തിൽ തീർത്ഥാടകരെ ഇന്ത്യൻ ഹജ്ജ് മിഷൻ പ്രതിനിധികളും ഹജ്ജ് സർവീസ് ഏജൻസി പ്രതിനിധികളും സന്നദ്ധ സംഘടനാ പ്രതിനിധികളും ചേർന്ന് സ്വീകരിക്കുന്നു. നല്ല രൂപത്തിൽ യാത്രക്കാരെല്ലാ ഹാജിമാരും നല്ല സന്തോഷകരമായിട്ടാണ് ഇവിടെ എത്തിപ്പെടുന്നത്. അതിനുവേണ്ടി സൗദി ഗവൺമെന്റും അതുപോലെ തന്നെ ഇന്ത്യൻ CGയുടെ പ്രവർത്തകരും എല്ലാവരും സ്റ്റാഫെല്ലാം ഇവിടെ സന്നിധരായിരുന്നു. ഇവിടെ ഈ ലാൻഡിൽ ടച്ച് ചെയ്തപ്പോഴുള്ള മനസ്സിൽ സന്തോഷം പറഞ്ഞറിയിക്കാനാവത്താണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല മഖ്ബൂലും മബ്റൂറുമായ ഹജ്ജ് ഉംറ നിർവഹിക്കാൻ തൗഫീഖ് നൽകുമാറാവട്ടെ. ആമീൻ. ഇൻഷാ അല്ലാഹ് ദുആ ചെയ്യുക. എല്ലാവിധ സൗകര്യം കൊച്ചിയിലാണെങ്കിലും ഹജ്ജ് ഹൗസിലാണെങ്കിലും ഭക്ഷണത്തിനായാലും എന്തിനും ഏതിനും ഒരാൾ കണ്ടിട്ട് ഹെൽപ്പ് ഉണ്ട്. ഇവിടെ വന്നാലും അതിന് ഇപ്പൊ പെട്ടെന്ന് 5 മിനിറ്റ് കൊണ്ട് ഞങ്ങൾ പുറത്തിറങ്ങി പാസ്പോർട്ട് സീലും ചെയ്ത് വിമാനത്താവളത്തിന് പുറത്തിറങ്ങി പെട്ടെന്ന് തന്നെ സർവീസ് ഏജൻസി തയ്യാറാക്കിയ ബസ്സുകളിൽ മക്കയിലേക്ക് പുറപ്പെടുന്നു. ഏതാണ്ട് 1.5 മണിക്കൂർ കൊണ്ട് ഈ തീർത്ഥാടകർ മക്കയിലെ താമസ സ്ഥലത്തെത്തും. വിമാനത്താവളത്തിൽ നിന്ന് ലഗേജ് കളക്ട് ചെയ്യുകയോ ഐഡന്റിഫൈ ചെയ്യുകയോ വേണ്ട. ലഗേജ് നേരിട്ട് മക്കയിലെ താമസ സ്ഥലങ്ങളിൽ എത്തിക്കാനുള്ള സൗകര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അതേസമയം ഇന്നലെ വരെയുള്ള കണക്കനുസരിച്ച് ഇന്ത്യയുടെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്ന് ഇന്ത്യൻ ഹജ്ജ് കമ്മിറ്റി വഴിയുള്ള 41,207 തീർത്ഥാടകർ ഹജ്ജിനെത്തി. ഇതിൽ 14,682 തീർത്ഥാടകർ മക്കയിലും 26,522 തീർത്ഥാടകർ മദീനയിലുമാണ് ഇപ്പോഴുള്ളത്. കണ്ണൂരിൽ നിന്ന് മെയ് 6-നും കോഴിക്കോട് നിന്ന് മെയ് 14-നുമാണ് ഹജ്ജ് വിമാന സർവീസ് ആരംഭിക്കുന്നത്. മെയ് 19-ഓടെ കേരളത്തിൽ നിന്നുള്ള ഹജ്ജ് വിമാന സർവീസുകൾ അവസാനിക്കും. ജിദ്ദ വിമാനത്താവളത്തിൽ നിന്നും ജലീൽ കണ്ണമംഗലം, 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.